കണ്ടില്ല. കാപ്പി മുഴുവൻ സാരിയില്ല ഷൈനി, ഞാനത് അറിയാതെ. അല്ല, ചൂട് കാപ്പിയായിരുന്നു. സോറി. സാരല്ല, കുഴപ്പമില്ല. കണ്ടില്ല. ഒരു കാപ്പി എടുക്ക. അവളെന്തി? എങ്ങനെ വരാനാ? എന്ത് പറ്റി? പറ്റാതെ സൂക്ഷിക്കണം, എനിക്കത്രേ പറയാനുള്ളൂ. എന്തെങ്കിലും കണ്ട കണ്ണടച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ കാര്യം? ശ്രീദേവി അവിടെ ഇല്ല. രാജസാർ മാത്രമുള്ളപ്പോ ഷൈനി കുഞ്ഞ് അവിടെ പോകുന്നത് എന്നത്തിനാ? ഞങ്ങളും കെട്ടിയോനും കുടുംബമൊക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ളവരാ. എന്നാ ഉണ്ടായെന്ന? ഞാൻ മോളിൽ കയറി ചെല്ലുമ്പോ കാപ്പി കുടിപ്പിക്കലും മേല് മറിഞ്ഞു വീഴലും തുടച്ചു കൊടുക്കലും. എന്റെ കർത്താവെ, എനിക്കൊന്നും പറയാൻ മേല. നമ്മളെപ്പോലുള്ള കുടുംബക്കാർക്ക് ചേർന്ന പണിയാ ഇത്. കുറച്ച് നേരത്തെ പറയണമെന്ന് വിചാരിച്ചതാ. എന്റെ അപ്പം പണ്ട് പറയാറുണ്ട്, സ്വന്തം ആങ്ങളും പെങ്ങളാണെങ്കിലും ഒരു പരിധി വിട്ട് അടുക്കരുതെന്ന്. റോയ് കുഞ്ഞ് ആളൊരു ശുദ്ധനാ. മോൻ ഷൈനി കുഞ്ഞിനൊന്ന് നിയന്ത്രിക്കണം. കർത്താവിശ്വാസിയായാണ്, ഇല്ലാത്തതൊന്നും ഞാൻ പറയത്തില്ല. എന്നെന്താ വിളിക്കാഞ്ഞേ? റോഹിച്ചിന് തന്നെ വല്ലാതിരിക്കുന്നത് സുഖല്ലേ? അയ്യോ, അതല്ലേ രസം. കാർത്തിയാനിയമ്മ അത്താഴത്തിന് എന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കാൻ ചെന്നപ്പോ രാജേട്ടനായിട്ടൊന്ന് ക്ലാഷായി. പുള്ളിക്കാരന്റെ കയ്യിലിരുന്ന് കാപ്പി തെറിച്ച് എന്റെ സാരിയിലൊക്കെ വീണു. ഓഫീസിൽ നിന്ന് വന്നപ്പോ മുതൽ ഒരു കപ്പ് കാപ്പിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്നിവിടെ കത്രീന ചേർത്തില്ലായിരുന്നോ? എന്നാ പിന്നെ എല്ലാ കാര്യത്തിലും അവരെ വിളിച്ചാൽ മതിയല്ലോ. അയ്യോ കർത്താവേ, എന്നാ പറ്റി റോഹിച്ചിന്? അത് വേണ്ട, കുടിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിച്ചാ മതി. എന്റെ റോഹിച്ചനല്ലേ, എഴുന്നേക്ക്. ഇതാ. അതെ റോഹിച്ച, ആ കാർത്തിയാനിയം എന്തോ പച്ചക്കറികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് രാജേട്ടനെ ചോറിന് എങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, അവിടെ കാർത്തിയാനിയമില്ലേ, അവരുണ്ടാക്കി കൊടുത്തോളൂ. എന്നാ വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. എന്നാ പറ്റി റോഹിച്ചിന്? എന്നതാന്ന് വെച്ചാ പറയുന്നേ. എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം. അങ്ങനെ ഇപ്പൊ നേരത്തെ കിടന്ന് ഉറങ്ങണ്ട. പച്ചക്കറി 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 വേണ്ടേ? പച്ചക്കറി വേണ്ടേ? വേണ്ടടൂ. അതിനെ വേണ്ടാത്ത? തന്നോട് മേടിച്ചാലേ 2 സെന്റ് സ്ഥലം എഴുതി കൊടുക്കണം. എന്നാ 2 സെന്റ് സ്ഥലം ചെയ്താ? പാലക്കാട് വന്നപ്പോ ഞങ്ങൾ കുറെ കൊണ്ടുവന്നു. അതങ്ങ് പാലക്കാട്. ഈയിടെയായിട്ട് മോളത്തെ പാർട്ടി പച്ചക്കറികളൊന്നും വാങ്ങുന്നില്ലല്ലോ. താഴത്തെ പാട്ട് മോളത്തെ പാർട്ടിക്ക് നോൺ വെജിറ്റേറിയൻ മതി. ഒരുമാതിരി ആക്കുന്ന വർത്താനം പറയുന്നത് കേട്ടോ. എടോ, ഞാൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കുന്നുവെങ്കിലും ഈ കോളനിൽ എന്ത് നടക്കുന്നു എന്നുള്ള വിവരം ഞാൻ അറിയും. എടോ, ഇവിടുത്തെ സാറുമാർ തമ്മിൽ എങ്ങനെ? അവര് ഭയങ്കര ക്ലോസ് അല്ലേ? ഒരുമിച്ച് ശാപ്പാട്, ഒരുമിച്ച് വെള്ളവടി. അതല്ലടോ വേണ്ട. പിന്നെ എടോ, അവര് തമ്മിൽ കൊടുക്കൽ വാങ്ങൽ വലുതുണ്ടോ? കൊടുക്കാറുണ്ട്, വാങ്ങിക്കാറുണ്ട്. എന്താ കുഴപ്പം? അതല്ലടോ. പിന്നെ തന്നോടൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയും. പറ. പൂക്കൃതം പറഞ്ഞോണ്ടല്ലോ. താൻ മറക്കാനൊന്നും നോക്കണ്ട, ഞാൻ കണ്ടിട്ടുള്ളതാ. താഴത്തെ സാറ് മോളത്തെ അമ്മച്ചയും മോളത്തെ സാറ് താഴത്തെ അമ്മച്ചയും കാറെ കൊണ്ടുവന്നു. അതെന്താ ഇപ്പൊ ഇത്ര കുഴപ്പം? ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് വലിയ വീട്ടിലാകുമ്പോ യാതൊരു കുഴപ്പമില്ല. നമ്മളൊക്കെ സാഹിബ്മാരെ കൂട്ടല്ലേ ജീവിക്കുന്നത്. വല്ലതും വാങ്ങിച്ചോണ്ടേ പോകത്തുള്ളൂ കേട്ടോ. ഇത് ഞാൻ പറയുന്നതല്ല, ഈ കോളനിൽ എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ താൻ വിശ്വസിക്കണ്ട. തനിക്ക് ബോധ്യം വരുമ്പോ താൻ വിശ്വസിച്ചാൽ മതി. അല്ല പിന്നെ ഇടിഞ്ഞോട്ട് പോവാ. പച്ചക്കറി, പടവലങ്ങ, പാവയ്ക്ക, വേന, മുന്തിരിങ്ങ.
11 എന്താ താമസിച്ചത്? താമസിച്ചു. കുട്ടി എന്താ ഇവിടെ കിടത്തിയിരിക്കുന്നത്? മീനുകുട്ടിക്ക് എന്റെ കൂടെ കിടക്കണമെന്ന് ഒരേ നിർബന്ധം. മുകളിൽ ശ്രീദേവി തനിച്ചാണെന്ന് പറഞ്ഞിട്ട് മോള് പോയില്ല. മനുഷ്യൻ ടയർഡായിട്ട് വരുമ്പം സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ല. അതിനെന്നാ, കൊച്ചുകൂടെ കിടന്നോളൂ. വേണ്ട, അതൊരു ശീലമാക്കണ്ട. എടുത്ത് മോളിൽ കൊണ്ടുപോയി കിടത്ത്. ഇന്നിവിടെ കിടക്കട്ടെ, ശ്രീദേവി ഉറക്കായി കാണും. നിനക്ക് കൊണ്ടുപോയി കിടത്താൻ പറ്റില്ലെങ്കിൽ അത് പറ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. എന്നെ റോയിച്ചത് ശ്രീദേവി എന്ത് വിചാരിക്കും? ഞാൻ എന്നായിട്ടാ റോയിച്ചത് എന്നോട് ഈ ദേഷ്യം? ശ്രീദേവി, ഞാൻ വിചാരിച്ചു രാജേട്ടനാണെന്ന്. മോള് കരഞ്ഞോ? ചെറുതായിട്ട്. അയ്യോ, ഷൈനി നല്ല ഉറക്കമാ, അതാ ഞാൻ കൊണ്ടുവന്നു. കൃഷ്ണ, താൻ എവിടെ പോയി കിടക്കായിരുന്നു? തകലിക്കരുത്. അതാ പറയരുത്. ഓ പറ്റേ. സാറേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ആ റോയ് സാറുമായിട്ടുള്ള കൂട്ട് നമുക്ക് വേണ്ട സാറേ. എന്താ തനിക്ക് ഇപ്പോഴെങ്ങനെ തോന്നാൻ? പറയാൻ വിഷമമുണ്ട്, പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ സാറിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താൻ കാര്യം എന്തെന്ന് പറ. സാർ ഇന്നലെ താമസിച്ചാണല്ലോ വന്നത്. സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? അതുമാത്രമല്ല, ആളുകൾ ഓരോന്ന് പൂച്ചം പൂച്ചം പറഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാറൊന്ന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? സാറ് വരുന്നതിന് അല്പം മുമ്പ് റോയ് സാറ് മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. സാറില്ലാത്തപ്പോ മോളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? കാര്യം എന്നാന്ന് പറയാതെ പോകണ്ട. എന്നാ നിനക്ക് സ്വയം അറിയാവുന്നല്ലേ? റോയിച്ച, എന്തൊക്കെയാ പറയുന്നേ? റോയിച്ചിന് എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുക. റോയിച്ച, റോയിച്ച, റോയിച്ച. ഷൈനി, നീ എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. നീ കരഞ്ഞിട്ടുണ്ടല്ലോ. എന്താ റോയിച്ചിനുമ എന്തെങ്കിലും? എന്നാന്നറിയില്ല, 2 ദിവസമായിട്ട് റോയിച്ചിന് വല്ലാത്ത മാറ്റം. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. ഹേയ്, അതൊക്കെ നിന്നെ പറ്റിക്കാനായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടാകുന്ന നല്ലതാ. അതൊന്നും അല്ല, റോയിച്ചിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പിന്നെ ഉണ്ട്. റോയിച്ചിന്റെ മനസ്സ് നിറയെ നീയല്ലേ, പിന്നെ നിന്നോട് പണങ്ങാൻ പോകുന്നത്? ഇത്ര സില്ലി മാറ്റസ് കഴിവതും ഒഴിവാക്ക. കരയല്ലേ, വാ വാ.
രാജേട്ടൻ എന്താ എത്ര വൈകിയത്? ലേറ്റ് ആകുമ്പോൾ ഒരു ഫോണൊന്നും ചെയ്തോടായിരുന്നോ? രാജേട്ടൻ കുടിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ വരുന്നതിന് മുമ്പ് കുടിക്കാതിരുന്ന ആളാ. ഇനി ഒരിക്കലും കുടിക്കരുന്ന് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നല്ലേ? ശരിയാ, ഞാൻ കുടിച്ചു. അത്ര വലിയ മഹാഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരത്തെ വരാന്ന് പറഞ്ഞല്ലേ രാജേട്ടൻ പോയത്? ബീച്ചിൽ പോകാൻ വേണ്ടി മോൾ എത്ര നേരം കാത്തിരുന്നറിയോ? മോളവിടെ താഴെ ഉണ്ട്. ഏത് നേരം നോക്കിയാലും അവളെവിടാ? പോയി വിളിച്ചല്ലോ അവളെ. നീ പോണ്ട, കാർത്തേനമ്മ ഇട്ടാ മതി. കാർത്തേനമ്മേ, ഞാൻ ചെന്നില്ലെങ്കിൽ അവള് വരില്ല. നീ എന്തെങ്കിലും അവൾ വരത്തില്ലേ? വരുമെന്ന് ഞാൻ നോക്കട്ടെ. താഴെ ചെന്ന് മോളെ എടുത്തിട്ടാ. എന്തോ നോക്കിക്കുന്നത്? എനിക്ക് വേണ്ട. അറിയല്ലേ നമുക്ക് നിന്റെ ആന്റി ഒന്ന് കിടത്തോളെ. ഇല്ലാത്തൊരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ എല്ലാരും. എന്റെ കുഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നാ മതി. ഷൈനി, ഷൈനി, റോയ്ച്ചൻ എവിടെ പോയി? എന്നാ ഇന്നലെ രാത്രി കാർത്തികനിമോന്ന് മോളെ എടുത്തന്നെ റോയ്ച്ചൻ വല്ലതും പറഞ്ഞോ? ഇല്ല. എന്നാ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഷൈനി. ഇന്നലെ രാത്രി രാജേട്ടൻ കുടിച്ചോണ്ടാ വന്നത്. ആകെ ദേഷ്യായിരുന്നു. ഇങ്ങോട്ട് പോരണമെന്ന് പറഞ്ഞ് കരഞ്ഞതിന് മോളെ തല്ലി. ആദ്യമായിട്ടാ മോളെ തല്ലണത്. ഇന്നലെ ഒന്നും കഴിച്ചില്ല, രാവിലെ ഒന്നും കഴിക്കാതെ പോയത്. നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇന്നലെ നിന്നോട് ഞാൻ പറയാനിട്ടാ എന്നോട് മുകളിലേക്ക് വരരുതെന്ന് റോയിച്ചൻ പറഞ്ഞിരിക്കുന്നേ. അതെന്താ? റോയിച്ചൻ എന്തൊക്കെ സംശയങ്ങളുണ്ട്. രാജേട്ടനും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇന്നലെ രാത്രി ഞാൻ ഒരുപാട് കരഞ്ഞു. എന്താ ഷൈന ഇങ്ങനെ? എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഞാനിന്ന് റോയിച്ചനോട് ചോദിക്കാൻ പോവാ. നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യൊന്നും വേണ്ട. ഞാനൊന്നും അറിയത്തില്ലെന്ന് നീ വിചാരിച്ചല്ലേ? ഇവിടെ എന്നാ നടക്കുന്നത് എനിക്കറിയാം. ഒന്ന് പതുക്കെ പറ റോയിച്ച, ആരെങ്കിലും കേൾക്കും. കേൾക്കട്ടെ. ഇനി അറിയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇത്രയൊക്കെ പറയാൻ വെച്ചുവെക്കാൻ ഞാൻ എന്നാ തെറ്റ് ചെയ്തേ? എന്റെ ഭാര്യ 100% വിശ്വസ്തയായിരിക്കുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റൊരുത്തനെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ കൂടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചീപ്പായി സംസാരിക്കരുത്. റോയിച്ചന്റെ മനസ്സിലിരിപ്പ് ഇതാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ മോളിൽ പോകുന്നതും രാജേട്ടനോട് സംസാരിക്കുന്നതും എന്റെ കൂട്ടുകാരിയുടെ ഭർത്താവെന്ന് നിലയ്ക്കാം, അല്ല റോയിച്ചൻ പറഞ്ഞു തരത്തിലല്ല. നീ കൂടുതൽ ന്യായം ഒന്നും പറയണ്ട. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. റോയിച്ചന്റെ മനസ്സ് മുഴുവൻ കോംപ്ലക്സാ, അസൂയ. അതെ, ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ്. സോഷ്യൽ സ്റ്റാറ്റസിന്റെ പേരും പറഞ്ഞ് ഭാര്യമാർ കാണിക്കുന്ന എന്തും കണ്ട് കണ്ണടച്ച് വിഡ്ഢിവേഷം കെട്ടി നടക്കുന്ന ഭർത്താക്കന്മാരുടെ വിശാല മനസ്ഥിതി ഒന്നും എനിക്കില്ല. റോയിച്ചന് ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. എന്റെ മനസ്സ് മുഴുവൻ റോയിച്ചന്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് റോയിച്ചൻ എന്നോട്. മനസ്സുകൊണ്ട് പോലും ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. വേണ്ട റോയിച്ച, ഇനി നമ്മളൊന്നും ശരിയാവില്ല. റോയിച്ചന് വിശ്വാസമില്ലെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ പോകും, എനിക്കറിയാം. നിനക്ക് കുറ്റബോധമുണ്ട്. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. നിനക്കെന്നെ ഫേസ് ചെയ്യാൻ പറ്റുകയില്ല. രാജേട്ടൻ എന്താ എങ്ങനെ സംസാരിക്കുന്നേ? ഒരാഴ്ച ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ബാങ്കിന്റെ ആവശ്യത്തിന് മണിപ്പാൽ വരെ പോവുകയാണ്. നീ മോള് വീട്ടിലേക്ക് പോയിരിക്കോ? അതെന്താ പെട്ടെന്നൊരു പ്രോഗ്രാം? പിന്നെ നിന്റെ സൗകര്യത്തിനാണോ ബാങ്കിന്റെ കോൺഫറൻസ് വയ്ക്കുന്നത്? ഞാനെങ്ങും പോകുന്നില്ല. രാജേട്ടൻ പോയിട്ട് വന്നാ മതി. വേണ്ട, ഞാൻ ഇല്ലാതെ നീ ഇവിടെ നിൽക്കണ്ട. രാജേട്ടൻ ഇതിനു മുമ്പ് പോയിട്ടുള്ളപ്പോഴും ഞാനിവിടെ തനിച്ച് നിന്നിട്ടുണ്ടല്ലോ. അതന്നല്ലേ? പക്ഷെ ഇപ്പൊ വേണ്ട. നീ പോകാൻ റെഡിയാവും? ഇല്ല, ഞാൻ എവിടെയും പോവില്ല. രാജേട്ടൻ എന്തോ മറച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിയണം. കൂടുതലൊന്നും നീ അറിയണ്ട. മമ്മി എന്തിനാ കരയുന്നേ? അവന് പെണ്ണോടുത്ത് എന്നെ വേണമെന്നല്ല, പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നതാ കാര്യം? അല്പന്മാരുടെ സ്വഭാവമല്ലേ കാണിച്ചത്? ഒരു ഫ്രണ്ടിന്റെ ഭർത്താവിനോട് മിണ്ടിയെന്ന് പറഞ്ഞല്ലേ അവന് സംശയം? അവനെ ഞാനവനെ വെറുതെ വിടുകയല്ല. ഇത് ഞാൻ കിടന്ന് ഒച്ച വെച്ചിട്ട് എന്നാ കാര്യം?
കെട്ടിയവനും കെട്ടിയവളും ആവുമ്പോ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാവും. അതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തീരുകയും ചെയ്യും. അങ്ങനെ ഒരു തോന്നൽ അവനുണ്ടായിരുന്നെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെ വരുമായിരുന്നോ? കാഞ്ഞിരങ്ങാട്ട് കറിയാച്ചന്റെ മഹത്വമൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്ത് അവന്റെ ജോലി കണ്ടിട്ടാ. നിങ്ങൾ എന്നത്തിന് ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ. റോയിയെ ചെന്ന് കണ്ട് പിള്ളേരുടെ വഴക്ക് തീർക്കാൻ നോക്ക്. ഒരു കള്ളം പറഞ്ഞ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട ആവശ്യം രാജ്മോഹനുണ്ടോ? രാജേട്ടൻ ആകെ മാറിയിരിക്കെ. ഒരു ദിവസം നന്നായിട്ട് കുടിച്ചോണ്ടാ വന്നത്. അവൻ കുടിച്ചോണ്ട് വരാൻ അവിടെ എന്താ ഉണ്ടായത്? എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാജേട്ടൻ ഈയിടെയായിട്ട് എന്തൊക്കെയോ സംശയങ്ങളാ. ചേച്ചിയോടോ? അതേതായാലും ഉണ്ടാവില്ല. ഒരു കാര്യമില്ലാതെ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കൂ. നീ എന്തെങ്കിലും വിട്ടിത്തം കാണിച്ചിരിക്കും. ഞാൻ താഴെ പോകുന്നതും റോയിച്ചിനോട് സംസാരിക്കുന്നൊന്നും രാജേട്ടന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു എന്ന് രാജ്മോഹൻ നിന്നോട് പറഞ്ഞു? രാജേട്ടന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അങ്ങനെ തോന്നുന്നു. നിനക്ക് നിസ്സാര കാര്യം മതിയല്ലോ കരയാൻ. ഒരാഴ്ച കഴിഞ്ഞ് അവൻ വരുമ്പോ നിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളും. രാജേട്ടനെ എനിക്കറിയില്ലേ. രാജേട്ടൻ എങ്ങും പോയിട്ടുണ്ടാവില്ല. ഷൈനി റോയിച്ചിനോട് പിണങ്ങി വീട്ടിൽ പോയിരിക്കാം. ആഹാ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരികൾ രണ്ടുപേരും കൂടി എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാനൊന്ന് അന്വേഷിക്കട്ടെ.